രണ്ട് സുഹൃത്തുക്കൾ ഒരു വൈകുന്നേരം നടക്കാനിറങ്ങി. ഒരാൾ പറഞ്ഞു, നല്ല അന്തരീക്ഷം, എത്ര സുന്ദരമായ സായാഹ്നം. രണ്ടാമൻ സമ്മതിച്ചു, ശരിയാണ്, പക്ഷെ തണുത്ത കാറ്റടിക്കുന്നുണ്ട്, ചിലപ്പോൾ മഴ പെയ്തേക്കാം. കുറച്ചു ദൂരം ചെന്നപ്പോൾ അവർ നിറയെ പൂത്തു നിൽക്കുന്ന പനിനീർ ചെടികൾ കണ്ടു. ഒന്നാമൻ പറഞ്ഞു, നോക്കൂ, എത്ര മനോഹരമായ റോസാ പുഷ്പങ്ങൾ. അപ്പോൾ രണ്ടാമൻ പറഞ്ഞു, ശരിയാ, പക്ഷെ ചെടികളിലെ കൂർത്ത മുള്ളുകൾ കണ്ടോ, ശ്രദ്ധിച്ചു നടന്നില്ലെങ്കിൽ കയ്യിൽ മുള്ളുകൊള്ളും. കുറച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ നടത്തം വയൽ വരമ്പിലൂടെയായി. ഒന്നാമൻ പറഞ്ഞു, നല്ല നെൽപ്പാടം, നല്ല വിളവ് കിട്ടും. അപ്പോൾ രണ്ടാമൻ, ശരിയായിരിക്കാം, പക്ഷേ അതിനിടയിൽ നിൽക്കുന്ന കളകൾ നീ ശ്രദ്ധിച്ചില്ലേ? നമ്മുടെയൊക്കെ സ്വഭാവം പലപ്പോഴും ഈ രണ്ട് സുഹൃത്തുക്കളിൽ ഒരാളുടേതുപോലെ ആയിരിക്കും. എന്തിലും നന്മ കാണാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിത്വം, ഏതിലും തടസ്സങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു വ്യക്തിത്വം. ജീവിതം സുഖവും ദുഃഖവും ഇടകലർന്നതാണ്. നാം അതിനെ എങ്ങനെ നേരിടുന്നു എന്നതിലാണ് കാര്യം. നമ്മുടെ പ്രാർത്ഥനകൾ മാറ്റം വരുത്തുന്നത് നമ്മളിൽ തന്നെയാണ്. നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റേണ്ടതുണ്ട്. ഏതിലും നല്ലത് കാണാൻ ശുഭപ്രതീക്ഷ പുലർത്താൻ ശീലിക്കണം. അപ്പോൾ ജീവിതം സുഖപ്രദമാകും. നന്മ പ്രതീക്ഷിക്കുന്നവനെ നന്മ ലഭിക്കൂ. നല്ലത് വരും എന്ന നമ്മുടെ സങ്കല്പം തന്നെയാണ് അവിടെ നടപ്പിലാകുന്നത്. ദാറ്റ്സ് ഇറ്റ്.